എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കനകരാജൻ. ഞാൻ കാസർഗോഡ് വെള്ളരിക്കുണ്ടിനടുത്ത് നിന്നാണ് വരുന്നത്. ഞങ്ങൾ ഗ്രാമപ്രദേശത്ത് താമസിക്കുന്നവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും ഞങ്ങൾ ബന്ധങ്ങൾ അന്വേഷിക്കും. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഗ്രൂമിങ്ങിന് നിന്ന സമയത്താണ് രതീഷേട്ടൻ പറഞ്ഞത് രമേഷ് പിഷാരടിയും കനകരാജനും തമ്മിലൊരു ബന്ധമുണ്ടെന്നുള്ളത്. അത് ശരിയാണ്. ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ ശരിയാണ്. കാരണം കേരളത്തിൽ രമേഷ് പിഷാരടി എന്നുള്ള പേര് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. ഈ കനകരാജൻ എന്നുള്ള പേര് ഞാൻ മൂന്നാമതൊരാൾക്ക് ഇതുവരെ കണ്ടിട്ടില്ല. തമിഴ്നാട്ടിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. മറ്റൊന്ന് ഇവിടെ പറഞ്ഞു തന്നെയാണ്. കനകരാജന്റെ പേരിനൊരു തമാശയുണ്ട്. അതിവിടെ രമേശേട്ടൻ പറഞ്ഞു. ഒരാൾ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ആരാ കനകനാ, ആരാ കനകനാ എടാ കണകുണാന്ന് പറയാതെ പേര് പറയിടോ. നിങ്ങൾക്കറിയാം ഇപ്പൊ എല്ലാവരും ഫേസ്ബുക്ക്, വാട്സപ്പ്, അതുപോലെ SMS, ചാറ്റ്, മൊബൈല്, ഫോൺ ഇതൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരും. പക്ഷെ പഴയ കാലത്ത് ഒരു 10-25 വർഷം മുമ്പ് ഇന്നസെന്റ് ഏട്ടനെല്ലാം അറിയാം, അന്നും ഇതുപോലെ ഒരു മാധ്യമം ഉണ്ടായിരുന്നു. നമ്മൾ തിരുവനന്തപുരത്തുള്ള ആളും കാസർഗോഡുള്ള ആളും തമ്മിൽ ബന്ധപ്പെടുവാനും പരിചയപ്പെടാനും ഒരു മാധ്യമം അന്നത്തെ കാലത്തുണ്ടായിരുന്നു. അത് പെൻ ഫ്രണ്ട് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വീക്കിലിയിലും പത്രത്തിലും ഒക്കെ ഒരു കോളത്തിൽ കാണാം ഈ പെൻ ഫ്രണ്ട് സുഹൃത്തുക്കളെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പേര് കൊടുക്കും. ആ പേര് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലായിരുന്നു ആ സമയത്ത്. അപ്പം ഞാൻ എൻ്റെ പേര് കൊടുക്കും. ഇപ്പം കനകരാജൻ എന്നും പറഞ്ഞ് എൻ്റെ വീട്ടുപേര് കാണുമ്പോൾ ഈ വീക്കിലിക്കാരന് സാധാരണ ഈ സ്ത്രീകളുടെ പേര് കിട്ടാറില്ല. അപ്പം ഇദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ കനകരാജൻ എന്ന് പറഞ്ഞ് എൻ്റെ അഡ്രസ്സ് കൊടുക്കും. ഇപ്പം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സകലമാന പേരും ഈ കനകരാജനി കത്തയക്കും. അതിൽ ഒരു പ്രാവശ്യം തിരുവനന്തപുരത്തുള്ളൊരു അപ്പൂപ്പൻ, ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹം എനിക്കൊരു കത്തയച്ചു. പ്രിയപ്പെട്ട കനക, നിങ്ങൾ ഈ സൗഹൃദം ഇഷ്ടപ്പെടുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. എനിക്കും സൗഹൃദം ഇഷ്ടമാണ്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ കത്താണ്. അപ്പൊ ഈ കത്ത് കിട്ടിയപ്പം എനിക്കൊരു തമാശ തോന്നി. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് മറുപടി അയച്ചു. ഞാൻ അയച്ചത് ഇങ്ങനെയാണ്: എനിക്ക് 18 വയസ്സാണ്. വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. ഈ പോസ്റ്റ് ഓഫീസ് കുറച്ച് ദൂരെയാണ്. അതുകൊണ്ട് സ്റ്റാമ്പ് വാങ്ങിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പൊ ഈ സംശയങ്ങളൊക്കെ ആരോട് ചോദിക്കണമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കത്ത് എഴുതിയിട്ട് കനകരാജൻ അയച്ചു. അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം. ഒരാഴ്ച കഴിയുമ്പോൾ ഒരു കെട്ടില്ലെങ്കിലും കുറച്ച് സ്റ്റാമ്പും. നമ്മളെ തിരുവനന്തപുരക്കാരൻ്റെ 100 ഉറുപ്പ്യ ഡിം. ഇപ്പോഴും നിങ്ങൾക്കറിയാം, ഇപ്പൊ ഒരു സ്ത്രീ എൻ്റെ മൊബൈലിൽ ചാർജ് കുറവാണ്, ഒന്ന് റീചാർജ് ചെയ്ത് തരുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ റീചാർജ് ചെയ്യും. നമ്മളെ ഭാര്യയോ അമ്മയോ ഒന്ന് റീചാർജ് ചെയ്യണമെന്ന് പറഞ്ഞാൽ 2 ദിവസം കഴിയാതെ റീചാർജ് ചെയ്ത് കൊടുക്കില്ല. ഇതാണ് നമ്മുടെ മലയാളികളുടെ പ്രത്യേകത. അപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ പേര് കൊണ്ട് അന്തകാലത്ത് 10-25 വർഷം മുമ്പ് ഞാൻ ഈ ഒരു സംവിധാനം ചെയ്തിരുന്നു എന്നുള്ളതാണ്. എൻ്റെ നാടായ പുങ്ങഞ്ചാലിൽ 2 കനകരാജന്മാരുണ്ട്. ഞങ്ങൾ 2 പേര് സമപ്രായക്കാരാണ്. അവനൊന്ന് KPSC കയറി ഇറങ്ങിയതുകൊണ്ട് KPSC കനകരാജൻ ഇപ്പം അറിയപ്പെടുന്നുണ്ട്. പക്ഷെ ഈ 2 കനകരാജന്മാർ ഒരേ നാട്ടിലുണ്ടാകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. അദ്ദേഹത്തിനെ അന്വേഷിച്ച് വരുന്നവർ എൻ്റെ വീട്ടിലും, എന്നെ അന്വേഷിച്ച് വരുന്നവർ അദ്ദേഹത്തിൻ്റെ വീട്ടിലും പോകും. ഒരു പ്രാവശ്യം ഇവനൊരു സംഘടനാ നേതാവാണ്. സ്കൂളിൽ പോയിട്ട് ഒരു നേതാവിനിട്ട് നല്ല വീക്ക് ഒരു സംശയം ഉണ്ടായില്ല. അന്ന് വൈകുന്നേരം കൃത്യമായിട്ട് അതിൻ്റെ മറുപടി കിട്ടി എനിക്ക്. ഞാൻ ഈ പ്രേമം സിനിമയിലത്തെ പോലെ നിങ്ങൾക്ക് ആള് മാറിപ്പോയി എന്ന് പറഞ്ഞ അവസാനം തല്ലും വാങ്ങിച്ചിട്ട് അയ്യോ എന്ന് ആള് മാറിപ്പോയെങ്കിൽ സോറി എന്നും പറഞ്ഞ് ഇവൻ പോയി. തീർന്നില്ല. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു മണി ഓർഡർ കൃത്യം ആ കനകരാജന്. വളരെ സന്തോഷത്തോടു കൂടി ഞാൻ വാങ്ങിച്ചു. തല്ല് വാങ്ങാൻ പറ്റുമെങ്കിൽ പണവും എനിക്ക് വാങ്ങിക്കൂടെ? ഈ കനകരാജൻ കല്യാണം കഴിച്ചു ആദ്യം. പിന്നെ ഒരാഴ്ച കാലം എനിക്ക് ഇരിക്കാനും പറ്റില്ല, നിൽക്കാനും പറ്റില്ല. കാരണം എടാ കനക, നീ കല്യാണം വിളിക്കാഞ്ഞത് വളരെ മോശമായിപ്പോയി. എടാ കനക, സന്തോഷം, അഭിനന്ദനങ്ങൾ. അതിൽ വേറൊരു വിധം പറഞ്ഞതാണ് അതിനേക്കാളും രസം. കനക, അധികം വൈകാൻ പാടില്ല. 1 വർഷത്തിനുള്ളിൽ ആ സന്തോഷ വാർത്ത കേൾക്കണം. ഞാൻ ചോദിച്ചു, എന്ത് സന്തോഷ വാർത്ത? എടാ ഒരു കുട്ടി. എന്ത് കുട്ടി? എടാ ഇപ്പൊ അധികം താമസിക്കാനൊന്നും പാടില്ല. കുറച്ച് താമസിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ഉണ്ടാവൂല. എനക്കൊരു പിടുത്തം കിട്ടുന്നു. ഞാൻ ചോദിച്ചല്ലേ നീ എന്താ പറയുന്നത്? എടാ പൊട്ട, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ 1 കൊല്ലത്തിനുള്ളിൽ കുട്ടി ഉണ്ടാവണം. ഞാൻ പറഞ്ഞ ആര് കല്യാണം കഴിച്ചത്? ഈ കല്യാണം കഴിക്കാത്ത എനക്കെങ്ങനെ കുട്ടി ഉണ്ടാവില്ല? ഇതാണ് സംഭവം. ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ വള്ളരിക്കുണ്ടിന്ന് കാഞ്ഞങ്ങാടേക്ക് ബസ്സിന് യാത്ര ചെയ്യുന്നു. ഏതായാലും ഞാൻ സീറ്റിലിരിക്കുന്നു. തൊട്ടടുത്ത സീറ്റിൽ ഒഴിഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഒരു പെൺകുട്ടി വന്നിരുന്നു. കാണാൻ അത്യാവശ്യം ഭംഗിയുള്ളൊരു പെൺകുട്ടി ആയതുകൊണ്ട് എനിക്കൊരു സന്തോഷം. അങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യുന്ന സമയത്താണ് ഞങ്ങളെ നാട്ടുകാരനടുത്ത് ഇടക്ക് നിന്ന് കയറിയത്. ഈ മൂപ്പറ് എന്നെ പരിചയമുള്ള ആളാണ്. ഒരു നോട്ടാന്ന്. എന്നിട്ട് ഒറ്റ ചോദ്യം, എങ്ങോട്ടാന്ന്? ഞാൻ പറഞ്ഞു കാഞ്ഞങ്ങാടേക്ക്. പോണം, ഇപ്പൊ കാഞ്ഞങ്ങാട് പോകണം, സിനിമ കാണണം, കൂൾ ബാറിൽ കയറണം, ഭക്ഷണം കഴിക്കണം, ഇതിൻ്റെ എല്ലാം സമയമാണ് ഇപ്പൊ. രണ്ടാമത് ഈ പെൺകുട്ടിയോട് പേരെന്താന്ന്? അവള് നല്ല ഗൗരവത്തിലിരിക്കുന്നു. അല്ല പേരെന്താണ്? അവള് പിന്നെയും ഗൗരവം. അപ്പൊ എന്നോട്, അല്ല കനക, ഈ കുഞ്ഞിന്റെ ഒന്നും മിണ്ടാത്തത് ഭയങ്കര ഗൗരവത്തിലാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ ചേട്ടാ, ഇതെന്റെ ഭാര്യ ഒന്നുമില്ല, ഏതോ പെൺകുട്ടി. അപ്പൊ നിന്റെ അല്ല കഴിഞ്ഞ ആഴ്ച കല്യാണം കഴിഞ്ഞത്. ഇതാണ് അവസ്ഥ.
ഒരു പ്രാവശ്യം എൻ്റെ ആദ്യത്തെ യാത്ര, അപ്പൊ ഞാൻ യാത്രയെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. എൻ്റെ ആദ്യത്തെ യാത്ര എന്ന് പറയുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എറണാകുളത്തേക്കായിരുന്നു. ഈ എയർമാൻ്റെ ടെസ്റ്റിന് വേണ്ടിയിട്ടായിരുന്നു പോയത്. അപ്പൊ ഞാൻ ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല. പക്ഷെ വീട്ടിൽ നിന്ന് ഞാൻ ഒറ്റക്കാണ് പോകുന്നത്, ഒരാളെ കൂട്ടിയിട്ടൊന്നുമില്ല. ആ കാലഘട്ടമാണ്, അത്രയും വർഷം മുമ്പാണ്. ഓരോ പേടിച്ച് പറിച്ച് എറണാകുളത്തെത്തി ഒരു ഹോട്ടലിൽ റൂമൊക്കെ എടുത്ത് ഈ എയർമാൻ ടെസ്റ്റ് നടക്കുന്ന സ്ഥലമല്ല നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിച്ചു. കാരണം പിറ്റേ ദിവസം രാവിലെ പോകണ്ടേ, എല്ലാം റെഡിയായി, എല്ലാം പക്ക പെർഫെക്റ്റ്. ഇനി രാവിലെ പോയാൽ മതി. അപ്പൊ എനിക്ക് വൈകുന്നേരം തോന്നി എന്നാ ഒരു സിനിമയൊക്കെ കണ്ടേക്കാന്ന്. അങ്ങനെ ഒരാളോട് എവിടെ തിയേറ്റർ ഉള്ളത്, സ്ട്രെയിറ്റ് പോയി റൈറ്റ് പോയാൽ മേനക തിയേറ്റർ. ഓ സന്തോഷം. അങ്ങനെ മേനക തിയേറ്ററിൽ പോയി. അന്നത്തെ സിനിമ വിയറ്റ്നാം കോളനി. ഈ സിനിമ കണ്ടിട്ട് അങ്ങ് ഇറങ്ങിയപ്പോ ഇന്നസെന്റ് ഏട്ടന്റെയും മോഹൻലാലിന്റെയും ഒക്കെ ആ തമാശയൊക്കെ കണ്ട് നമ്മളെ മനസ്സിലെ നല്ല ക്ലീൻ ആയിട്ട് എന്ത് സന്തോഷം. ആ സന്തോഷത്തിൽ സിനിമയും കണ്ടങ്ങ് ഇറങ്ങിയപ്പോഴാണ് ഏറ്റവും വലിയൊരു സങ്കടം ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് പോകേണ്ട വഴി പിടുത്തം കിട്ടുന്നില്ല. ഈ ഹോട്ടലിന്റെ റൂം ഇട്ട് ഓർമ്മയും കിട്ടും, ഹോട്ടലിന്റെ പേര് ഓർമ്മ കിട്ടുന്നില്ല, വഴിയും പിടുത്തം കിട്ടുന്നില്ല. ആകെപ്പാടെ എൻ്റെ മനസ്സിലുള്ളത് അതിന്റെ തൊട്ടടുത്തുള്ള 1-2 കെട്ടിടങ്ങൾ. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഭൂമിശാസ്ത്രവും കണക്കും പ്രയോഗിച്ചുകൊണ്ട് ആ സ്ഥലത്തുനിന്ന് തിയേറ്ററിലേക്ക് വന്ന ഏകദേശ ദൂരം കണക്ക് കൂട്ടിയിട്ട് ഞാൻ ആദ്യം ഒരു വഴിയിലേക്കൂടെ നടന്നു, എല്ലാം നോക്കി, അതുപോലെ തന്നെ നോക്കി, ഒരു രക്ഷയില്ല, തിരിച്ചു വന്നു. തിയേറ്റർ എടുക്കുന്ന അടുത്ത വഴിയിലേക്കൂടെ പോയി, എല്ലാ ഭാഗത്തും നോക്കി, ഒരു രക്ഷയില്ല, തിരിച്ചു വന്നു. 3ാമത്തെ വഴി പോകുമ്പോഴത്തേക്കും പരിചയമുള്ള കെട്ടിടമെന്ന് കാണുന്നിട്ട് കറക്റ്റ് എൻ്റെ ഹോട്ടലിലെത്തി. ഈശി ഒന്ന് താക്കോലെടുത്ത് നോക്കിയപ്പോൾ ഹോട്ടൽ വൃന്ദാവൻ. ആദ്യം നോക്കിയിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു തലവേദന ഉണ്ടാവുമായിരുന്നു. ഈ യാത്ര പറയുന്ന സമയത്താണ് മറ്റൊരു യാത്ര എനിക്ക് ഓർമ്മ വരുന്നത്. അതൊരു തീർത്ഥയാത്രയാണ്. ഇപ്പോൾ സ്ത്രീകളെ മാത്രമേ പങ്കെടുപ്പിക്കുകയുള്ളൂ. സ്ത്രീകളില്ലെങ്കിൽ പുരുഷന്മാരെ പങ്കെടുപ്പിക്കും. ഒരുപാട് സ്ത്രീകൾ പേര് കൊടുത്തു, ഞാനും പേര് കൊടുത്തു. കാരണം സ്ത്രീകൾ കുറവാണെങ്കിൽ പുരുഷന്മാരെ പങ്കെടുപ്പിക്കുമല്ലോ. എന്തായാലും എനിക്ക് സീറ്റ് കിട്ടി. 35 സ്ത്രീകളും 5 പുരുഷന്മാരുമാണ് ഉള്ളത് എന്ന് നോക്കുമ്പോൾ 6 പുരുഷന്മാരും 35 സ്ത്രീകളും. അപ്പൊ ഈ ഒരു സ്ത്രീ കണക്കൂട്ടിയ കനകരാജൻ, ഉഷാരാജൻ, വത്സലാരാജൻ എന്നൊക്കെ പറയുന്നവരെ കനകരാജൻ എന്ന് പറഞ്ഞ് എന്നെ ഉൾപ്പെടുത്തും.